ആ എന്തേ തിരക്കിലാണോ? അയ്യോ നല്ല തിരക്കില്ല. ഡോക്ടറില്ലേ? അയ്യോ ഇച്ചാന് നല്ല തിരക്കില്ല. ഒന്ന് വിളിക്കാമോ? ഒരു കാര്യം പറയാനായിരുന്നു. എന്നോട് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. ആ ഡോക്ടറെ, സത്യേട്ടൻ രാവിലെ ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുക. എലക്ഷൻ കാലമല്ലേ, അടുത്ത 2 ആഴ്ച ആരും ലീവ് എടുക്കരുതെന്ന് CA കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇന്ന് വിളിച്ചിട്ട് പറയുകയാണ് 2-3 ദിവസം മാറി നിൽക്കേണ്ടി വരുമെന്ന്. അതിനെന്ത്? അല്ല, ഞാനും മോളും തനിച്ചല്ലേ ഉള്ളൂ. ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോകാൻ സത്യേട്ടനൊരു മടി. ഞങ്ങൾ ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല. ഓ, അതൊക്കെ വലിയ കാര്യമാണോ? സർക്കാർ ജോലിയാകുമ്പോ ഇങ്ങനെയല്ലേ, ഇടയ്ക്ക് മാറി നിൽക്കേണ്ടിയൊക്കെ വരും. സംഗതി ശരിയാ, പക്ഷെ സത്യേട്ടൻ ഞങ്ങളുടെ കാര്യം വരുമ്പോ ഭയങ്കര ടെൻഷനാ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തല പുകയാ. ഞാൻ പറഞ്ഞു ഞാനും മോളും ധൈര്യത്തോടെ ഇരുന്നോളാന്ന്. പോരാത്തതിന് അയൽപക്കത്ത് നിങ്ങളും ഉണ്ടല്ലോ. പിന്നല്ലാതെ. അതെ അതെ. എനിക്കൊരു ആവശ്യം വന്നാ ഡോക്ടറും ആലീസും ഓടി വരില്ലേ? അത് തീർച്ചയല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടിയെത്തും. ഇപ്പം ഞാനും ഇതുപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആലീസിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങളും വരുമല്ലോ. അത് പിന്നെ പറയാനുണ്ടോ? സത്യപാലൻ സാറിനോട് ധൈര്യമായിട്ട് പോകാൻ പറ. ഉണ്ണിയാർച്ചയുടെ കാര്യം ഞങ്ങൾ ഏറ്റു. എന്നാ ഞങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ. ഞങ്ങൾ ഇച്ചിരി കുടുംബ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വായിച്ചായ പിന്നെ വരാവേ. വരാം. അവിടെ ഇരി അവിടെ ഇരി. എന്നാടി എന്റെ പൊന്ന് കർത്താവേ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലല്ലോ. ഒരു പെണ്ണ് വന്ന് ഇളിച്ചു കാണിച്ച് 2 വർത്താനം പറയുമ്പോ ആ വായി അങ്ങോട്ട് തേനൊലിക്കും. നീ എന്നാ വർത്താനാടി പറയുന്നേ? ഞാൻ വർത്താനം പറയുന്നതാണല്ലേ കുഴപ്പം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സത്യപാലൻ സാറ് പോയിട്ട് അവരെ സഹായിക്കാനാണ് പ്ലാനെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അത് പറഞ്ഞപ്പോ ആ കണ്ണിലുണ്ടായ ഒരു തിളക്കം. നാളെ ഇല്ലല്ലേ, വയസ്സ് കുറെ ആയല്ലേ. എന്താ 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 പറ ഉച്ചത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നത്? അയ്യോ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പുണ്യാളെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പുറത്ത് ഉണ്ണിയാർച്ച വന്ന് ഒരു സഹായം വേണം, അവിടെ സത്യപാലൻ സാറ് കാണത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ആരും ഉണ്ടാവത്തില്ല, അവർ ഒറ്റയ്ക്കേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ സഹായിക്കുന്ന ആൾക്കാരല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതന്നെ. പക്ഷെ ഇത്ര ആവേശം കാണിക്കേണ്ട കാര്യമുണ്ടാ? ആവേശം? ഇച്ചായ എന്തൊരു ആവേശമായിരുന്നു. ഞാൻ വിചാരിച്ച കെട്ടും കിടക്കെടുത്ത് ഇന്ന് തന്നെ അവിടെ പോയി പൊറുതു തുടങ്ങുമെന്ന്. എടി, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം. എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുകയാണ്, നീ ഒറ്റയ്ക്കായി പോകത്തില്ലേ? എടേ, അപ്പുറത്താണെങ്കിൽ ഉണ്ണിയാർച്ചയ്ക്ക് മോളെങ്കിലും ഉണ്ട് സംസാരിച്ചിരിക്കാൻ. നിനക്ക് ആരുണ്ട്? അങ്ങനെ ഒരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അപ്പുറത്ത് ഉണ്ണിയാർച്ചയോട് പോയി പറയും, നീ ഇവിടെ തനിച്ചാണുള്ളത്, ഒന്ന് നോക്കിക്കോണമെന്ന്. അത് ഭർത്താവിന്റെ ഭാര്യയോടുള്ള ഒരു കരുതലാണ്. അയ്യോ, ആ ഭർത്താവിന്റെ കരുതൽ എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരും വേണ്ട. നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? ഇവിടെ ചാരും ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ കോളിംഗ് ബെൽ പവിത്രനെ വിളിക്കും. കോളിംഗ് ബെൽ പവിത്രനോ? ഞാൻ ഇട്ട പേരാ. എന്നാ വൃത്തിയിട്ട പേരാടി ഇടുന്നത്. എന്ത്? എടി, അവരോട് സഹായിക്കാൻ ചോദിക്കുമെങ്കിൽ നിനക്ക് ഉണ്ണിയാർച്ചയോട് ചോദിച്ചാൽ എന്നാ? ശരി, ഞാൻ സമ്മതിച്ചു. ഈ ചായം പറഞ്ഞത് ന്യായം. അതാണ്. ഇനി ഞാനൊരു ന്യായം പറയട്ടെ. പറയും. സത്യപാലൻ സാറിന് അങ്ങനെ ഒരു ആവശ്യം വേണമെങ്കിൽ ഇവിടെ വന്ന് പറയേണ്ടത് സത്യപാലൻ സാറല്ലേ? ഞാൻ 2-3 ദിവസത്തേക്ക് കാണത്തില്ല, ഉണ്ണിയാർച്ചേനെയും കൊച്ചിനെയും നോക്കിക്കോണേ ആലീസെ എന്ന് എന്നോടല്ലേ പറയേണ്ടത്? അതിക്കേ, അത് അവരോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കണം. ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. സത്യപാലൻ സാറ് അവിടെ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം തൊട്ട് ആ സ്ത്രീ വന്നിട്ട് ആ മതിലിൽ വന്നിട്ട് വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ തൂങ്ങിക്കിടക്കും. എന്നിട്ടുണ്ടല്ലേ ഡോക്ടറെ ഡോക്ടറെ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരോട് കൊഞ്ചാനും കുഴയാനും ഒന്നും നിന്നേക്കരുത്. കണ്ണു തുറക്ക്, എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ചാന എന്റെ മുഖത്തോട്ട് നോക്കുമ്പോ മാത്രം ഈ കണ്ണിൽ ഈ തിളക്കമില്ലാത്തത്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എനിക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ ഞാൻ സഹായിച്ചോളാം. ആയിക്കോട്ടെ. വേറൊരു കാര്യം കൂടെ, ആ സത്യപാലൻ സാറ് വരുന്നവരെ അവരോട് മിണ്ടാൻ പാടില്ല. അത് മാത്രമല്ല, കാണാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടച്ചത് ഇങ്ങനെ നടക്കാം, നീ എന്നെ പിടിച്ച് ഇവിടെ എല്ലാം നടത്തിക്കും. അത് മിക്കവാറും വേണ്ടി വരും. ഈ കണ്ണ് മിക്കവാറും ഞാൻ തന്നെ കുത്തിപ്പൊട്ടിക്കും.